അടുത്ത മാസം നടക്കാനിരിക്കുന്ന ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാനൊരുങ്ങുകയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും. ദേശീയ തലത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ തന്നെ ജമ്മു കശ്മീരിലും ഒരുമിച്ച് മത്സരിക്കുമെന്ന് ഇരു കക്ഷികളും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. എന്നാൽ സീറ്റ് വീതം വെപ്പിന്റെ കാര്യത്തിൽ ധാരണയിലെത്താൻ കഴിയാതിരുന്നത് സാഹചര്യങ്ങൾ അല്പനേരത്തേക്കെങ്കിലും സങ്കീർണമാക്കി. 3 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കശ്മീരിൽ ഒന്നാം ഘട്ടത്തിലെ 24 സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി കഴിഞ്ഞ ദിവസമായിരുന്നു അവസാനിച്ചത്. അപ്പോഴും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പാർട്ടികൾക്കിടയിൽ സീറ്റ് ധാരണ ഉണ്ടായിരുന്നില്ല. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നാഷണൽ കോൺഫറൻസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും തീരുമാനമൊന്നും ആയില്ല. മറുവശത്ത് സഖ്യനീക്കം പൊളിയുമെന്ന പ്രചരണവും ശക്തമായി. ഇതോടെയാണ് അവസാന മണിക്കൂറിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരിട്ട് ശ്രീനഗറിൽ എത്തുന്നത്. ഇതോടെ നിർണായകമായ ചർച്ചകൾക്കൊടുവിൽ ഇരു പാർട്ടികൾക്കിടയിലും സീറ്റ് വീതം വെപ്പിൽ ധാരണയുണ്ടായി. നാഷണൽ കോൺഫറൻസ് 51, കോൺഗ്രസ് 31, CPM പാന്തേഴ്സ് പാർട്ടി ഓരോ സീറ്റ് വീതം എന്നിങ്ങനെയാണ് വീതം വെപ്പ്. കശ്മീർ താഴ്വരയിലെ സീറ്റുകളുടെ കാര്യത്തിലായിരുന്നു സഖ്യത്തിൽ വിള്ളലുണ്ടായത്. മേഖലയിൽ 10 സീറ്റുകൾ വേണമെന്ന ആവശ്യമായിരുന്നു കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഉയർത്തിയിരുന്നത്. 5 എന്ന നിലയിൽ നാഷണൽ കോൺഫറൻസും ഉറച്ചുനിന്നുവെന്നാണ് വിവരം. ഒടുവിൽ 7 സീറ്റ് കോൺഗ്രസിന് എന്നതിൽ ധാരണയായി. 5 സീറ്റുകൾ ഇരു പാർട്ടികൾ തമ്മിലുള്ള സൗഹൃദ പോരാട്ടത്തിന് വേദിയാകും. ജമ്മു കശ്മീരിന്റെ ആത്മാവിനെ നശിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നായിരുന്നു സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിനു പിന്നാലെ KC വേണുഗോപാൽ പ്രതികരിച്ചത്. മേഖലയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുകയും ജനങ്ങളുടെ അഭിലാഷങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു സർക്കാർ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോരാടും, ഞങ്ങൾ ജമ്മു കാശ്മീരിനെ വിജയിപ്പിക്കും, ജമ്മു കാശ്മീരിൽ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്നാണ് KC വേണുഗോപാൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രികയെ വിമർശിക്കാൻ BJPക്ക് ധാർമ്മിക അവകാശമില്ലെന്നും വേണുഗോപാൽ എടുത്തു പറഞ്ഞിരുന്നു. BJP നേരത്തെ നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിലായിരുന്നു. അവർ PDPയുമായും സഖ്യത്തിലായിരുന്നു. പഴയ നാഷണൽ കോൺഫറൻസ് ഇപ്പോഴും നാഷണൽ കോൺഫറൻസ് ആണ്. പഴയ PDP ഇപ്പോഴും PDP തന്നെയാണ് എന്നും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. അതേസമയം എത്രയും വേഗം ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആഹ്വാനത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായി രാഹുൽ ഗാന്ധി ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന രൂപീകരണം നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാകുന്നതെന്നും അതിനാൽ ജമ്മു കശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്നും അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപ് പറയുകയുണ്ടായി. എന്തായാലും BJPക്ക് വിട്ടുകൊടുക്കാതെ ജമ്മു കശ്മീരിനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്.